ഇന്ന് കേസ് ഇതേ പിഗി വകമായിട്ടൊക്കെ വന്നിരിക്കുവാണ്. അവനാണെങ്കിൽ ഒരു വർഷമായിട്ട് കിട്ടുന്ന കാശുകളെല്ലാം കോയിനും അതുപോലെ തന്നെ എന്തെങ്കിലും നോട്ടുകളും ഒക്കെ കിട്ടുവാണെങ്കിൽ എല്ലാം 1 രൂപ പോലും അവൻ വെറുതെ കളയാതെ ഇതിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ട് വെക്കുമായിരുന്നേ. വിഷു കൈ നീട്ടം കിട്ടിയതും പിന്നെ ബർത്ത്ഡേക്കൊക്കെ അപ്പൂപ്പനൊക്കെ വരുമ്പം കൊടുക്കുന്ന കാശും എല്ലാം പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും ചില്ലറയൊക്കെ ബാക്കി കിട്ടുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ അവന് കൊടുക്കുന്ന കാശെല്ലാം അവൻ ഇതിനകത്തിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുക. പേരൊക്കെ എഴുതി വെച്ചിട്ടാണ് അവൻ പിഗി ബാഗ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ക്ലേ കൊണ്ടുണ്ടാക്കിയൊരു പിഗി ബാഗാണ്. അപ്പോൾ അത് നമുക്ക് പൊട്ടിക്കണം എൻ്റെ കാശിൽ. ഇപ്പോൾ അത് ഫുള്ളായി. അപ്പോൾ അത് ഞങ്ങൾ ഇന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാൾ കൊണ്ടാകും പൊട്ടിച്ചിട്ട് കാറ് വാങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിങ്ങനെ വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നൊരു ആവശ്യത്തിനായിട്ട് ഇപ്പോൾ അത് പൊട്ടിച്ചു. അപ്പം ചുമ്മാതെ ഫുള്ളായിട്ട് കുറേ നാൾ പൊട്ടിക്കാനിരിക്കുക. പക്ഷെ അങ്ങനെ അവസാനം ഇന്ന് പൊട്ടിച്ചു. സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ അന്തേതി സ്കൂൾ ഐറ്റംസ് ഷോപ്പിങ്സൊക്കെ കഴിഞ്ഞിട്ടാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ അത് പൊട്ടിക്കാൻ പോവാണ് കേശു പിഗി ബാഗ് കേട്ടോ. ക്ലേ വെച്ചിട്ടുള്ള സാധനം. അപ്പോൾ ഞങ്ങൾ സ്പൂണൊക്കെ എടുത്തുകൊണ്ട് വന്ന് റെഡി ആയിട്ട് ഇരിക്കുവാണേ. പൊട്ടിച്ചോ കേശുസേ? ദേ അങ്ങനെ കേശു അതിൻ്റെ പിഗി ബാഗ് വെളിയിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചേക്കുവാണ്. അപ്പോൾ ഇതിങ്ങനെ ക്ലേയുടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇത് നമ്മൾ അകത്ത് വെച്ച് പൊട്ടിച്ച് ഇവിടെയൊക്കെ പൊടിയാവുന്നുണ്ടാവും. സ്പൂൺ കൊണ്ട് തട്ടി വെളിയിൽ കൊണ്ട് പൊട്ടിച്ചിട്ട് ഇത് കാശൊക്കെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ടേക്കുവാണ്. ഇന്ന് കുറേ കോയിൻസും കുറേ നോട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് കുറേ ഇങ്ങനത്തെ കുറേ കാശുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ പഴയ കളക്ഷനിൽ നിന്ന് ഞാനിങ്ങനെ എടുത്ത് വെച്ചത് കേശു എൻ്റെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്. ഇതിൽ UAE കുറച്ച് 2-3 കോയിൻസൊക്കെ UAE കോയിൻസൊക്കെ ഉണ്ട്. അതെ, കുറേ 25 പൈസയൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ എൻ്റെ കളക്ഷനൊക്കെ എടുത്ത് അവൻ കൊണ്ടുവന്ന് ഇട്ടതാ. അവനിതൊന്നും കണ്ടില്ല. പിന്നെ ഒരു 50 പൈസയും കുറച്ച് 25 പൈസയുടെ കോയിൻസും ഉണ്ട്. അതല്ല എൻ്റെ പഴയ കളക്ഷനിൽ നിന്ന് എടുത്ത് കേസ് എടുത്ത് അതിലിട്ട. പക്ഷെ അതൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതാണ് കേസിൻ്റെ പിഗി ബാഗിലെ സമ്പാദ്യം. അതൊക്കെ എണ്ണി അവനോട് തന്നെ ഞാൻ സൂക്ഷിച്ച് വെച്ചോളാൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത ഒന്നും മേടിക്കാതെ നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നും മേടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നമുക്ക് ആവശ്യമുള്ള വളരെ അത്യാവശ്യമുള്ള കാര്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ അപ്പം ഇന്ന് അങ്ങനെ പിഗി ബാഗ് പൊട്ടിച്ച് കേസിന്. പിന്നെ വേറെ ഒരു വലുത് ഞങ്ങൾ മേടിച്ചായിരുന്നു. അതിനകത്ത് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫുള്ളായതുകൊണ്ട് അത് പകുതിയായി ഏകദേശം. അത് ഇനി ഫുള്ളായിട്ട് അത് പൊട്ടിക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഈ ക്ലേ ഇത് വേണമെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ചെടിയൊക്കെ വെക്കാൻ ഉപയോഗിക്കാമെന്ന് കേട്ടോ. ഇത് ഈ മണ്ണ് നിറച്ചിട്ട് നല്ലൊരു ഇതാണ് ക്ലേയുടെ മോഡലാണ്. അത് കുഴപ്പമില്ല. അത് നമുക്ക് വെള്ളം പോകാനായിട്ട് ഉപയോഗിക്കാം. എല്ലാ ചെടിച്ചട്ടിയുടെയും ഈ പ്ലാൻ പോട്ടിൻ്റെയൊക്കെ അടി നമ്മളൊരു ഹോൾ ഇടാറുണ്ടല്ലോ വെള്ളം പോകാൻ. അപ്പോൾ അത് കുഴപ്പമില്ല. മണ്ണ് നിറഞ്ഞു കഴിയുമ്പം അത്യാവശ്യം നല്ലതുപോലെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് വെച്ച് നോക്കണം നമുക്ക്. അപ്പോൾ കേസേ അപ്പോൾ നമുക്ക് എന്താ വീട് ആമിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ടേ. ആമിക്കുട്ടിക്ക് പിഗി ബാഗ് ഒന്നുമില്ല. പക്ഷേ കുറേ കാശൊക്കെ ഉണ്ട് അവിടെ കളക്ഷൻ. അത് അവിടെ ബാഗിനകത്ത് തന്നെ അവൾ വെച്ചേക്കും. അവൾ തന്നെ സൂക്ഷിച്ച് വെച്ചേക്കും. അപ്പം ഈ കോയിൻസൊക്കെ ആമിക്കുട്ടിയുടെ എടുക്കാനായിട്ട് ഓടിപ്പോയേ. അപ്പോൾ ഈ കാശൊക്കെ ഇനി നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതേ പണ്ടത്തെ എത്ര രൂപയാണ്? പണ്ടത്തെ 10 പൈസ അത് വരെ. ഇതൊക്കെ എൻ്റെയൊക്കെ പണ്ടത്തെ കളക്ഷനിൽ നിന്ന് വന്നേ. അതൊക്കെ കേസ് എടുത്തിട്ട് ഇട്ടിരിക്കുമായിരുന്നു ഇതിൻ്റെ കൂടെ. പിന്നെ ഇത് ദുബായിലെ കാശുണ്ട്. ദുബായിലെ കോയിനാണ് ഇത്. ഇതൊക്കെ ഞങ്ങളുടെ ഈ പണ്ടിരുന്ന കളക്ഷനാണ്. കൊച്ചിലെയൊക്കെ ഞാനൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് കൊണ്ട് കോയിൻ ശേഖരണമൊക്കെ ഉണ്ട്. അതൊക്കെ കളക്ട് ചെയ്താണ്. അപ്പോൾ അത് പിന്നെ കേസിൻ്റെ കളക്ഷനിലോട്ട് കൊടുത്തു. ഇതൊക്കെ ദുബായിലെ കോയിനാണ്. ബാക്കിയൊക്കെ 25 പൈസ 50 പൈസ. ആമിക്കുട്ടിയുടെ ബാഗിലാണ് കുറച്ച് കാശൊക്കെ വെച്ചേക്കുന്നത്. എന്തേ ആമിക്കുട്ടൻ്റെ കാശ്? ആമിക്കുട്ടിൻ്റെ ബാഗൊന്ന് കാണിച്ച്. അതേ ആമിക്കുട്ടൻ്റെ കാശ്. അത് ആമിക്കുട്ട സൂക്ഷിച്ച് വെച്ചേക്കും കേട്ടോ. ആമിക്കുട്ടൻ്റെ പിഗി ബാഗിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല. ഇത് നോട്ടുകൾ ഇനി കോയിനും ഉണ്ടെന്നാണ് പറയുന്നത്. കോയിൻസും ഉണ്ട് ആമിക്കുട്ടിക്ക്. അതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കും ആമിക്കുട്ടി. എല്ലാം എടുത്ത് കുഞ്ഞിൻ്റെ ബാഗിൽ തിരിച്ച് വെച്ചോ കേട്ടോ. ഒന്നും കളയണ്ട, സൂക്ഷിച്ച് വെച്ചോ. ചേട്ടന് ഇതെല്ലാം ഇനി സൂക്ഷിച്ച് വെക്കാൻ പോകും. ചേട്ടനൊരു ബാഗിനകത്തിൽ ഇട്ട് വെക്കാനായിട്ട് പോകും. ആ ബോക്സിനകത്തിലാണോ ഇടുന്നത്? കേശുവിന് ഈ ബോക്സ് അകത്തോട്ട് എങ്ങനെ എടുക്കാം? ഈ ബാഗിന്റെ ഞാൻ കഴുകി തന്നാണ് പൈസ. എന്താ എടുക്ക? അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അമ്മ ഒന്നുകൂടെ കഴുകി തരാമേ. കോയിൻ കഴുകണോ? കോയിൻ എന്താ ഒഴുക്ക്? നല്ലൊരു 5 റുപ്പീസ് കോയിനാണല്ലോ. ഇതിലെന്താ ഒഴുക്ക്? ഞാനിതെല്ലാം കഴുകാൻ പോവാ. ഇതുപോലാകാം. കോയിനൊക്കെ കഴുകിയ ചീത്തയാകും. എല്ലാം ഇതുപോലാകാൻ പോവാ. ഇല്ലടാ, അതൊന്നും കഴുകാൻ പറ്റത്തില്ല. കോയിനൊന്നും നമുക്ക് കഴുകാൻ പറ്റത്തില്ല. ഇല്ല. കോയിനൊക്കെ കഴുകിയാൽ അത് ചീത്തയായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ കോയിൻ ഇതുപോലെ തന്നെ ഇരുന്നോട്ടെ. എന്തായാലും ഇതൊന്നും യൂസ് ചെയ്യാം. അതൊന്നും കഴുകണ്ട. അതൊക്കെ അങ്ങനെ തന്നെ എടുക്കും. ഇതൊരു 2 റുപ്പീസിൻ്റെ കോയിൻ. ഇതൊന്നും കഴുകണ്ട. ഇതൊക്കെ ഇതുപോലെ തന്നെ. അപ്പോൾ ശരി, ബൈ.